9 സെൻറ്റ് സ്ഥലത്തിൽ 1550 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെൽത്ത് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്ന ഭരണങ്ങാനമാണ്. ഭരണങ്ങാനം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ, ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ മാത്രമേ വീട്ടിലേക്കുള്ള ദൂരം വരുന്നുള്ളൂ. വളരെ വിശാലമായി നല്ലൊരു മുറ്റമുണ്ട്. ഉള്ള ഭാഗത്തെല്ലാം ചെറിയ മിറ്റിലെല്ലാം കൊടുത്ത് കുറച്ച് ഭാഗങ്ങൾ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ലൊരു വലിപ്പമുള്ള കാർ പോർച്ചുണ്ട്, സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, ഡൈനിങ്, കിച്ചനും വർക്കിംഗ് കിച്ചനും, അതുപോലെ 3 ബെഡ്റൂം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുറ്റത്തിൻ്റെ പണികളെല്ലാം തീർന്നു, ചുറ്റുമതിലെല്ലാം കെട്ടി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ഓപ്പൺ സൈഡിലേക്ക് മാറ്റാൻ രീതിയിലാണ് ഇതിൻ്റെ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. മുറ്റത്ത് ചെറിയ മിറ്റിൽ കൊടുത്തിട്ടു. അതിന് കൂടാതെ തന്നെ നാച്ചുറൽ ഗ്രാസ് എല്ലാം പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. വീടിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഭാഗം ഫുള്ളായിട്ടും റൂഫ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ വീടിൻ്റെ പണികൾ, തടിയുടെ ഉപയോഗം എന്ന് പറയുന്നത് എല്ലാം തേക്കിൻ തടിക്കാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ്, ജനൽപ്പാളികളെല്ലാം തേക്കിൻ തടിയുടെ കൊണ്ട് മാത്രം അതിൻ്റെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ലിവിങ് ഏരിയ ആണ്. കരുവരുന്ന ലിവിങ് ഏരിയ വളരെ ഭംഗിയായൊരു ലിവിങ് ഏരിയ. ഒരു ചെറിയ പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന 75 ലക്ഷം രൂപയാണ്. വിലയിൽ ചെറിയ മാറ്റം വരുന്നതുമാണ്. ഭരണങ്ങാനംപള്ളി ഇടവക വേണം, അല്ലെങ്കിൽ ഭരണങ്ങാനത്ത് തന്നെ ഒരു വീട് വേണം, ബസ് റൂട്ടിൽ നിന്ന് ഒരുപാട് ദൂരം അല്ലാത്തവർക്ക് ഒരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയും വീടുമാണ് വന്നിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വെള്ളമാണെങ്കിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളത്തിന് ഒരിക്കലും ഒരു ക്ഷാമമില്ലാത്തൊരു ഏരിയയാണിത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ഈ വീടിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക.